ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ബൂസ്റ്റ് പുഡിങ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അതിന് ടേസ്റ്റ് കൂട്ടാൻ 2 സാധനം വേറെയും കൂട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു 8 ഗ്രാം ചൈന ഗ്രാസിന് എടുത്തിന് ഒരു പാക്കറ്റ്. അതൊന്ന് കഴുകിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാലൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതാ 1/2 ലിറ്റർ പാലെടുക്കണം, ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 10 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ 2 തവി പാൽ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് പാല് ചൂടായിക്കണമല്ലോ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 5 രൂപയുടെ പാക്കറ്റാണ്. 2 പാക്കറ്റ് മതി 1/2 ലിറ്റർ പാലിന്. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ബൂസ്റ്റ് പുഡിങ്ങിന് ടേസ്റ്റ് ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. അത് കുറച്ച് ഉണ്ടാവുള്ളൂ, 1/2 ടേബിൾ സ്പൂണൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പാക്കറ്റില്ലെങ്കിൽ നമ്മൾ ബോട്ടിലാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഇടരുത്, അപ്പോൾ ബൂസ്റ്റിൻ്റെ ആ ടേസ്റ്റ് വരില്ല. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ ചെറു ചൂടുള്ള പാല്, അതിലേക്ക് ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കുക. അപ്പോഴൊക്കെ നന്നായിട്ട് ടേസ്റ്റ് വരും ബൂസ്റ്റ് പുഡിങ്ങിന്. 1 ടേബിൾ സ്പൂണ് ന്യൂട്ടെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ന്യൂട്ടെല്ല നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതിനാണ്, പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഒരു 1/2 കപ്പോളുണ്ട്. ഇതങ്ങ് പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ന്യൂട്ടെല്ലൊക്കെ ചേർത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാത്ത രീതിയിൽ. ഇനി ബാക്കി മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മധുരം കുറച്ചുകൂടെ ആവാമെന്ന് തോന്നി, അപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായതുകൊണ്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പൊടിക്കാത്തതാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പാലിൻ്റെ ചൂടും ചൈന ഗ്രാസിൻ്റെ ചൂടും സെയിം ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിലേക്ക് ചേർക്കുമ്പോൾ അരിച്ചിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ബൗളിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ചൈന ഗ്രാസ് ചേർത്താൽ പിന്നെ ഒരുപാടങ്ങ് പാല് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ.
അപ്പോൾ ഒന്ന് സെറ്റാവുന്ന രീതിയിൽ മാത്രം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഏത് ബൗളിലേക്കാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിലും കൂടിയുള്ള എന്തെങ്കിലുമൊക്കെ തെരി പോലെയൊക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ, അതുകൂടെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് 2 ബൗളിലാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം ഇതാ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ബൂസ്റ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയും കേട്ടോ. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ചേർത്തിട്ടുള്ള കോഫി പൗഡർ അതുപോലെ തന്നെ ന്യൂട്ടല്ല ഇതൊന്നും വേണ്ട, വെറും ബൂസ്റ്റ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് പുഡിങ്ങാണ് ബൂസ്റ്റ് പുഡിങ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.